അസ്സലാമു അലൈക്കും. ഞാൻ കുറച്ച് മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് വന്ന ഈദ് ഗിഫ്റ്റിനെ പറ്റിയിട്ട്. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ലേറ്റായി പോയി എന്നറിയാം. എന്നാലും എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയത് എന്നോട് കുറച്ച് പേരെങ്കിലും ചോദിച്ചു, ഇതിൻ്റെ ഫുൾ അൺബോക്സിങ് വീഡിയോ ഞങ്ങൾ കണ്ടില്ലല്ലോ, അത് എന്നാ അപ്ലോഡ് ചെയ്യാമെന്ന്. നമുക്കിങ്ങനെ കേൾക്കുമ്പോൾ എത്ര ആയാലും ഹാപ്പി അല്ലേ, നമ്മളെ വീഡിയോ കാണാനും അത് ഇഷ്ടപ്പെടാനും ഒക്കെ ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ. വീഡിയോ ഞാൻ മുന്നേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലെങ്ത്ത് കൂടിയതുകൊണ്ട് ഇടണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ലേറ്റായി പോയത്. അതെ, ആദ്യം ഞാനൊരു കാര്യം പറയാം. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് എനിക്ക് പോലും അറിയില്ല കേട്ടോ. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എൻ്റെ പാരൻസ് UK വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ എന്തൊക്കെയാണോ ഉള്ളത് ഇല്ലാത്ത എന്നൊക്കെ നോക്കി അവരായിട്ടുണ്ടാക്കിയൊരു ഗിഫ്റ്റാട്ടോ ഇത്. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള മിക്ക സാധനങ്ങളും എനിക്ക് പോലും അറിയില്ല എന്തൊക്കെയാണെന്ന്. നിങ്ങളെ മാതിരി തന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാനും അത്ര എക്സൈറ്റ്മെൻറ്റിലാട്ടോ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യം ലൈവ് എടുക്കാൻ വിചാരിച്ചു, പക്ഷെ ഓപ്പൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഫുൾ ഓപ്പൺ ചെയ്തതിന് ശേഷം കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആദ്യം എനിക്ക് മോൻക്കൊരു ബുക്ക് അയച്ചിട്ടുണ്ടായിരുന്നു, അവൻ്റെ നെയിമൊക്കെ വെച്ചിട്ടുള്ള. പിന്നെ നമുക്ക് കുറച്ച് ഹിജാബ്സാണ്, അത് അടിപൊളി ക്വാളിറ്റിയുള്ള ഹിജാബാട്ടോ. ഇത് പിന്നെ മോൻക്കൊരു ഡ്രസ്സാണ്, അത് H&M എടുത്തുള്ള. പിന്നെ ഹസ്ബൻഡിൻ്റെ ഡ്രസ്സാണിത്, ഇത് H&M എടുത്തിട്ടുള്ളത് കേട്ടോ. മെയിനായിട്ട് എനിക്ക് മോൻക്ക് ഹസ്ബൻഡിന് ഡ്രസ്സസ് ഒരുപാട് കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ ഇത് ലീക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടി അതിൽ പാക്ക് ചെയ്ത് കൊടുത്തയച്ചാട്ടോ. ഇത് നമ്മളെ മൈക്രോവേവിൻ്റെ മേലെ വെക്കുന്ന ഒരു ക്ലോത്താണ്. പിന്നെ കോംബ്, പിന്നെ ഇത് ആപ്രോൺസ് ആണ്. ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിപ്പിച്ചാട്ടോ. ഇത് എവിടുന്നാണ് കസ്റ്റമൈസ് ചെയ്തതെന്ന് അറിയാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ എനിക്കൊന്ന് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് മോനിക്കുള്ളതാണ്, ഇതും H&M തന്നെയാണ് എടുത്തത് കേട്ടോ. ഇതെൻ്റെ എനിക്കുള്ള ഡ്രസ്സാണ്. എനിക്ക് കുറച്ചധികം ഡ്രസ്സസ് ഉണ്ട്. പിന്നെ ഇതാണ് ഞാൻ ഈദിനിട്ടുണ്ടായിരുന്നത്. ഫോട്ടോസ് കണ്ടവർക്ക് മനസ്സിലാവും, അതായത് ഞാൻ ഈദിനിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്ത ഡ്രസ്സസ് ആട്ടോ. അപ്പോൾ ഇതൊക്കെ അറിയണം എന്നുള്ളത് എനിക്ക് പേഴ്സണലി ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇത് മോനിക്കുള്ള ക്വിൽറ്റാണ്. ഇത് നമ്മളെ പാലൊക്കെ തിളപ്പിക്കുന്ന പാത്രം കേട്ടോ. എൻ്റെ അടുത്തുള്ളത് വെയിറ്റ് കുറവാന്ന് പറഞ്ഞിട്ട് വെയിറ്റുള്ളൊരു പാത്രം കൊടുത്തയച്ചതാണ്. പിന്നെ കുക്കർ, എനിക്കിവിടെ ഓൾറെഡി ഒരു കുക്കറുണ്ട്, അത് നമ്മൾ UK തന്നെ വാങ്ങിച്ച കുക്കറാട്ടോ. ഇത് പിന്നെ നൈക്കി എന്നുള്ള ലിപ്സ്റ്റിക്കാണ്, എൻ്റെ സിസ്റ്റർ കൊടുത്തയച്ചതാണ്. ഇത് നമ്മൾ ചോറൊക്കെ ഊറ്റിയെടുക്കുന്ന അതന്നെ സംഭവം. പിന്നെ നമുക്ക് ഈ കറിയൊക്കെ വയ്ക്കാൻ, ഉപ്പേരിയൊക്കെ വയ്ക്കുന്ന ഒരു സ്റ്റീലിൻ്റെ പാത്രം, നല്ല അടിപൊളി പാത്രം കേട്ടോ. പിന്നെ നമ്മളെ മെയിൻ താരമായ ഇഡ്ഡലി പാത്രം, ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോഴേ കൊണ്ടുവരണം വിചാരിച്ചാൽ, പക്ഷെ പറ്റിയില്ല. അങ്ങനെ ഒരു അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള കേട്ടോ, നല്ല അടിപൊളി പാത്രമാണ്. പിന്നെ നമ്മളെ ബിരിയാണി പോട്ട്, നല്ല വലിപ്പമുള്ള, അത്യാവശ്യം നല്ല വലിപ്പമുള്ള പോട്ടാട്ടോ. പിന്നെ നമ്മളെ മെയിൻ താരമായ പത്തിരി പ്രസ്, മുസ്ലിംസിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ പ്രത്യേകിച്ച് നോമ്പിനൊക്കെ നല്ല ആവശ്യം വരുന്ന സാധനം കേട്ടോ. പിന്നെ നമ്മൾ പപ്പടക്കുള്ളി, ആൻഡ് ഇത് നമുക്ക് ബിരിയാണി പോട്ടിൻ്റെ കൂടെ കിട്ടിയാണേ. പിന്നെ കുറച്ചധികം പൊടികളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്, നമ്മളെ പത്തിരിപ്പൊടി, പുട്ടുപൊടി, അങ്ങനത്തെ പൊടികളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുരുമുളകാണ്, ഇത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ട് കൊടുത്തയച്ചാട്ടോ. അവിടെ വീട്ടിൽ തന്നെ ഉള്ള കുരുമുളകാണ്. പിന്നെ കുറച്ച് ഗീ കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ ഇനിയപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് ബോക്സിലുണ്ടായിരുന്നത്. ഇനി സെക്കൻഡ് ബോക്സ് ആട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് കുറേ ഡ്രസ്സസാണ് കൊടുത്തയച്ചിട്ടുള്ള വീട്ടിൽ നിന്ന്. അപ്പോൾ ഇതും നമുക്ക് കുറച്ച് ഡ്രസ്സസ് ഉണ്ട്, ഹസ്ബൻഡിനും എനിക്കും മോനിക്കുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. എല്ലാതും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല, കുറച്ചധികം ഡ്രസ്സസ് ഉണ്ട്. പിന്നെ മോനിക്കുള്ള ക്വിൽറ്റ്, നേരത്തെ കാണിച്ചതുമാതിരി തന്നെ അതേ സെയിം സൈസിലുള്ള വേറൊരു പ്രിൻറ്റുള്ള ക്വിൽറ്റ്. പിന്നെ നമുക്ക് വരുന്ന മോന് കുറേ ദിവസമായി കാത്തിരുന്ന സാധനം ലോലിപോപ്സ്, പിന്നെ നമ്മൾ കയ്യിലിടാൻ മെഹന്തി, പിന്നെ പപ്പടം, പിന്നെ ഇതിലും കുറച്ച് പൊടികളുണ്ടായിരുന്നു കേട്ടോ. പുട്ടുപൊടിയും പത്തിരിപ്പൊടിയും ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ ആണ്. മഞ്ഞൾ നമുക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചാട്ടോ. പിന്നെ കുക്കർ, എനിക്ക് 2 കുക്കർ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ രണ്ടിനും ഒരു മൂടിയായിട്ട് തന്നെ. പിന്നെ കുറച്ചധികം ഗീ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. Papa Lulu.